ലോറിയിൽ ലോഡ് കയറ്റാൻ മാത്രമല്ല, വളയം പിടിക്കുന്നു വിചാരിച്ചാലേ അതൊരാളുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കാനും മടിക്കില്ല. മനസ്സിൽ വെച്ചോ. ഇത് വല്ലാത്തൊരു അവതാരമാണല്ലോ മാഡം. എന്താ അയാൾ സംസാരിച്ചത്? ഒന്നുമില്ല. അയാൾ ആരാ മഹാലക്ഷ്മിയുടെ? ചോദിച്ചിട്ടില്ലേ അയാൾ ആരാണെന്ന്? അച്ഛനാ. ആണോ? സ്വന്തം അച്ഛനാണോ? അറിയാലോ കണ്ണേട്ടനത്. അറിയാം. രണ്ടാനച്ഛൻ എന്നും ആദ്യ മകളുടെ സ്ഥാനമല്ല, രണ്ടാമത്തെ മകളുടെ സ്ഥാനം പോലും തന്നിട്ടില്ല, തരികയില്ല. സ്വന്തം വീടിനകത്ത് വെച്ച് അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ പിടിവിട്ട് കഴിഞ്ഞു. ഇന്ന് മഹാലക്ഷ്മി എന്റെ ഭാര്യയാണ്. നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ മാത്രമേ നമ്മൾ തലതാഴ്ത്തി നിൽക്കേണ്ട കാര്യമുള്ളൂ. കൊല്ലാൻ ഘടാരമായി വരുന്നൊരു ഗുണ്ടയല്ല നമ്മൾ ഭയക്കേണ്ടത്. മറിച്ച് നമ്മളെ സ്നേഹം കൊണ്ട് മൂടുന്നൊരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാ. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവനാ കരുത്തൻ, അല്ലാതെ ദൈവം നിന്ന കാണിക്കുന്നവനല്ല. അവനെ നന്ദി കെട്ടവനെന്നും ഭീരു എന്നേ വിളിക്കാൻ പറ്റൂ. അയാൾ കാരണം തന്റെ അമ്മ ഒരുപാട് കരഞ്ഞതല്ലേ? അതൊക്കെ താൻ കണ്ടതല്ലേ? അതുകൊണ്ടാണ് ഇനിയത് വേണ്ടാന്ന് പറഞ്ഞത്. അയാളുടെ പ്രകടനമൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നാളെ മുതൽ എനിക്കിപ്പോ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാൻ അയാൾക്ക് എന്താ അധികാരമുള്ളത്? ഇതെന്റെ സ്ഥാപനമാണ്. ഇവിടെ ആരൊക്കെ വരണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊപ്പം ഇവിടെ അധികാരമുള്ള ആളാ താൻ. അതുകൊണ്ട് എന്റെ ആബ്സൻസിൽ ഈ കമ്പനി നോക്കേണ്ട ആളാണ് താൻ. എന്താ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ മഹിക്ക്? മനസ്സിലായി. എന്നാ താൻ തന്റെ ഇടമുള്ള പെൺകുട്ടികളെ പോലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നോക്ക്. എനിക്ക് തളർച്ചയുണ്ട്, പക്ഷെ അത് മനസ്സിനല്ല, ശരീരത്തിന്. എന്നാ മനസ്സും ശരീരവും ഒരുപോലെ തളരാത്ത മഹാലക്ഷ്മി എന്നെക്കാളും കരുത്തോടെ നിൽക്കണം. അപ്പോഴേ താനും ഞാനും ജയിക്കൂ. ഇനി തന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ തന്നെക്കാൾ നോവുന്നത് തന്റെ അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും കൂടിയാ. ആ നൊമ്പരം മാറ്റാൻ എന്നെക്കൊണ്ട് എന്തൊക്കെ കഴിയോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.